വല്ലപ്പോഴും ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോകണം എന്നുള്ളത് എൻ്റെ അമ്മക്കും അപ്പാക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് പാലക്കാട് പൊള്ളാച്ചി വഴി വാൽപ്പാറ പിന്നെ പറമ്പിക്കുളം. തമിഴ്നാട് ബോർഡർ അങ്ങ് കഴിഞ്ഞാൽ എന്തോ ഈ വെങ്കായ ദോശ കഴിക്കണമെന്ന് ഭയങ്കര കൊതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതങ്ങ് കിട്ടിയപ്പോൾ സമാധാനമായി. പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് ഈ അമ്മൂമ്മയുടെ ഒരു ചായക്കട കണ്ടത്. എന്താ ചിരിയല്ലേ. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പതുക്കെ അങ്ങനെ പോയി. പിന്നെ വാൽപ്പാറ എത്തിയപ്പോൾ കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് സിംഗിൾ ആണല്ലോ, അതൊക്കെ പോയിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഏറ്റവും വലിയ ടീ പ്ലാന്റേഷൻ അത് മൂന്നാറാണെങ്കിലും അതിനേക്കാളും ഭംഗി വാൽപ്പാറയിലെ ടീ ഗാർഡൻ അല്ലേ. അതങ്ങനെ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് കണ്ടുവിടാ. ആ ബസ് നോക്ക്. ഞങ്ങൾ ആക്ച്വലി ഇതിന് മുന്നേ വാൽപ്പാറ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ മെയിനായിട്ട് വരാറുള്ളത് നല്ല സ്റ്റേ നോക്കി. എന്നാൽ ഈ പ്രാവശ്യം വാൽപ്പാറയിൽ ഞങ്ങൾ കാണാത്ത ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. അതിലൊന്നാണ് ചിന്നക്കലാർ ഫാൾസ്. ഞങ്ങൾ പോയ സമയത്ത് മഴ കുറവായോണ്ടായിരിക്കും ഇവിടെ വെള്ളം കുറവായിരുന്നു, പക്ഷെ തിരക്കിന് ഒരു കുറവും ഇല്ല കേട്ടോ. ഈ വാൽപ്പാറ വന്നാൽ ഫുഡ് ഇട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെ ഞങ്ങളെ വിശന്ന് കയറി ചെന്നത് മറ്റൊരു അമ്മൂമ്മയുടെ കടയിലേക്കാണ്. ഈ അമ്മൂമ്മക്കാണെങ്കിൽ അമ്മോട് ഭയങ്കര സ്നേഹം. ഈ അമ്മൂമ്മ ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലൊക്കെ. ഈ ചെക്കൻ വലുതായി മുതൽ ഇതാണ് അവസ്ഥ. ഇനി വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ഞാൻ ചെറുതാകുമ്പോൾ എൻ്റെ വാപ്പാനെ കുറെ ചൊറിഞ്ഞതിന് പകരം വീട്ടിൽ. പിന്നെ ഞങ്ങൾ പോയത് ഈ നീരാർ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകുമ്പോഴാണ് കാട്ടുപോത്തുകൾ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണം കണ്ടത്. ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് കണ്ടത് ഈ കാട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നേരെ ഇന്ദ്രപ്രസ്ഥയിലേക്ക്. 150 വർഷം പഴക്കമുള്ള പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്താന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ 7 മണിയായിട്ടും ഈ ബ്ലോക്കിൽ നിന്ന് അങ്ങ് അനങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി ബ്ലോക്ക് എന്തിനാ വെച്ചാൽ രാവിലെ ആക്സിഡന്റ് ആയിട്ടുള്ള ബസ്സില്ലേ, ആ ബസ് എടുത്ത് മാറ്റുകയാണ്. ഇതാണ് ആ എടുത്ത് മാറ്റിയ ബസ്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥയിലെത്തി. ഇതാണ് 150 ഇയേഴ്സ് പഴക്കമുള്ള ആ ഒരു പഴയ ബംഗ്ലാവ്. ഈ പ്രോപ്പർട്ടി മുഴുവനായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കേടാ, ബൈ.